ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇവന് ഇനി ഈ വീട്ടിൽ താമസിപ്പിക്കാൻ പറ്റില്ല. അതെ, ഇവൻ ഈ വീട്ടിൽ നിന്നാ പിന്നെ ഞാനും ഗിരിജയും ഞങ്ങളുടെ മക്കളും ഈ വീട് വിട്ടിറങ്ങും. നിക്കടി അവിടെ. എങ്ങോട്ടാ കയറി പോകുന്നേ? നാണില്ലല്ലോടി നാശമേ നിനക്ക്. 2 ദിവസം ഒരുത്തനോട് കറങ്ങി നടന്നിട്ട് യാതൊരു മടിയില്ലാതെ അവള് വരുന്ന കണ്ടില്ലേ? ആന്റി, ഞങ്ങൾ അത്യാവശ്യമായിട്ട് സ്കൂളിൽ ഒരു കാര്യത്തിന് പോയതാ. അത്യാവശ്യം സ്കൂളിലാണോ നിങ്ങൾക്കാണോന്ന് അറിഞ്ഞിട്ട് മതി ബാക്കി. എന്തൊരു ബഹളായത്! നാട്ടുകാരെ ഓടിക്കൂടുമല്ലോ. കൂടട്ടെ, ആരൊക്കെ വന്നാലും ശരി, ഈ വൃത്തികേട് ഈ വീട്ടിൽ വെച്ച് പൊറപ്പിക്കാൻ പറ്റില്ല. നിങ്ങളൊന്ന് സമാധാനിക്കുക. ആദ്യം ഇവർക്ക് പറയാനുള്ളത് പറയട്ടെ. പറ മോളെ, നിങ്ങൾ എവിടെയായിരുന്നു 2 ദിവസം? അത് മുത്തശ്ശി, ഞങ്ങള് സ്കൂളിന്റെ ഒരു ആവശ്യത്തിന് ദൂരെ ഒരു സ്ഥലത്ത് പോയതാ. അവിടുന്ന് തിരിച്ചു വരുന്ന വഴിക്ക് കാടിന്റെ അടുത്ത് എത്തിയപ്പോ വണ്ടി കേടായി. വിളിച്ചു പറയാൻ ഫോണും കിട്ടുന്നില്ലായിരുന്നു. അവിടുന്ന് ഒരു വിധത്തില് പോരാൻ തുടങ്ങിയപ്പോഴാ. മതിയടി നിന്റെ കള്ളക്കഥ. നിനക്ക് എങ്ങനെ പറ്റുന്ന ഇങ്ങനെ മുഖത്ത് നോക്കി കള്ളം പറയാൻ? ദുർഗ പറഞ്ഞതൊക്കെ സത്യമാ. കാട്ടിൽ പെട്ടുപോയതുകൊണ്ടാ ഞങ്ങൾക്ക് വരാൻ പറ്റാത്തത്. നിങ്ങള് കാട്ടി പെട്ടതാണോ അതോ നീ ഇവളെയും കൊണ്ട് മനഃപൂർവ്വം കാട്ടി പോയി ഒളിച്ചതാണോ? ഓ ഗിരിജേ, നാവിന് എല്ലില്ലാന്ന് കരുതി എന്ത് വിഡിത്തരം പറയരുത്. നാണമില്ലല്ലേ ഗിരിജ ഇങ്ങനെ ഓരോന്ന് പറയാൻ? ദുർഗ നിന്റെ മോളെ പോലെ അല്ലേ? മോളെ പോലെയാണെന്നും പറഞ്ഞ് ഇത്തരം വൃത്തികേട്ടിനെ കൂട്ടി നിൽക്കണോ? അപ്പച്ചയും ചെറിയമ്മയും പറയുന്ന പോലെ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല, ഒരിക്കലും ചെയ്യേയില്ല. മോളെ, ഞങ്ങൾക്ക് നിന്നെ വിശ്വാസമാ. പിന്നെ എന്തിനാ മോളെ നീ ഇവരോട് ഓരോന്നും പറഞ്ഞ് അപേക്ഷിക്കുന്നത്? ഓ, അമ്മയും മോനും കൂടി അനാവശ്യമായി ഇവളെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരു ദിവസം ദുഃഖിക്കും. നോക്കിക്കോ. ആയിക്കോട്ടെ, അതിന് നിങ്ങൾക്ക് ഒരു നഷ്ടമില്ലല്ലോ. ഓ, അത് അമ്മയുടെ കാര്യം. പക്ഷെ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇവന് ഇനി ഈ വീട്ടിൽ താമസിപ്പിക്കാൻ പറ്റില്ല. അതെ, ഇവൻ ഈ വീട്ടിൽ നിന്നാ പിന്നെ ഞാനും ഗിരിജയും ഞങ്ങളുടെ മക്കളും ഈ വീട് വിട്ടിറങ്ങും. എന്തിനാ നിങ്ങൾ ഇങ്ങനെ വാശി പിടിക്കുന്നത്? അതിന് മാത്രം ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. താൻ ഇതിൽ ഇടപെടണ്ട. ഇവിടത്തെ കാര്യങ്ങൾ തീരുമാനിക്കാൻ പുറത്തുനിന്ന് ഒരാളുടെ ആവശ്യമില്ല. വെറുതെ വാശി പിടിക്കാത്ത വസുമതി. ഇത് വാശിയല്ല, എന്റെ തീരുമാനം. ഇവൻ ഇവിടെ താമസിക്കുവാണെങ്കിൽ ഞങ്ങൾ വേറെ വാടക വീട് നോക്കിക്കോളാം. അതെ, ഇവരുടെ അവിഹിതത്തിന് കുട പിടിച്ച് ഇവിടെ നിൽക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ഗിരിജേ, നിർത്ത്. ഏയ്, എന്റെ പേരിൽ ഒരു വഴക്ക് വേണ്ട. ഞാനിവിടുന്ന് പൊയ്ക്കോളാം. മിടുക്കൻ. എന്നാൽ എത്രയും പെട്ടെന്ന് പെട്ടിയും കിടക്കെടുത്ത് ഇറങ്ങിക്കോ. ഞാൻ ഇറങ്ങാം, പക്ഷേ പുതിയൊരു വീട് കണ്ടുപിടിക്കുന്നത് വരെ ഒരു സാവകാശം എനിക്ക് തരണം. പറ്റില്ല. വസുമതി, ഇതെന്റെ വീടാ. ഇവിടെ തീരുമാനങ്ങൾ ഞാൻ എടുത്തോളാം. ഓ, നിങ്ങൾ പറഞ്ഞ പോലെ കിരൺ വീട് മാറാന്ന് സമ്മതിച്ചല്ലോ. പിന്നെന്താ, പുതിയ വീട് കണ്ടുപിടിക്കുന്നത് വരെ
കിരൺ ഇവിടെ തന്നെ താമസിക്കും. ഞാനാ പറയുന്നേ. താമസിച്ചോട്ടെ നാത്തൂനെ, ഏറിപ്പോയോ 1-2 ആഴ്ച, അതിനുള്ളിൽ ഇറങ്ങിക്കോളുമല്ലോ. ശരി, എത്രയും പെട്ടെന്ന് പൊയ്ക്കോണം. ശരി, വെക്കോണം. എനിക്ക് ഒരു അപേക്ഷ കൂടിയുണ്ട്. എന്റെ പേര് പറഞ്ഞ് ദുർഗ ഉപദ്രവിക്കരുത്. ഓ, ദുർഗ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ദുർഗയുടെ കാര്യം ഓർത്ത് നീ നെഞ്ചു നീറണ്ട. അതിന് അവളുടെ അച്ഛനടക്കം എല്ലാവരും ഉണ്ട്. നീ നിന്റെ കാര്യം നോക്കി പോവാൻ നോക്ക്. ആ മതി മതി, എല്ലാരും അവരവരുടെ പണി നോക്ക്. നീ വാ മോളെ, വാ. അതെ, അല്പ സാവകാശം തന്നെന്ന് കരുതി നീ അത് മുതലെടുക്കരുത്. നാത്തൂനെ, നമ്മൾ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? വാ. ഹലോ, നീ ചെയ്യുന്നിടത്തെല്ലാം പ്രശ്നങ്ങളാണല്ലോ. ഞാനോ? ഞാൻ എന്ത് ചെയ്തു? ഇന്ന് നീ ഓയിൽ വാങ്ങാൻ പോയത് പോലീസിനെ അറിയിച്ചിട്ടാണോ? ഞാനെന്തിനാ അങ്ങനെ ചെയ്യുന്നേ? എനിക്കെന്താ തലയ്ക്ക് ഓളമുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഞാൻ പറഞ്ഞാ അവരാദ്യം എന്നെയല്ലേ അറസ്റ്റ് ചെയ്യേണ്ടത്? അത് സാധാരണ ചിന്തയല്ലേ? പോലീസുകാർക്ക് നീ ഇൻഫർമേഷൻ കൊടുത്ത് ഒരു കാട്ടിലുള്ള ഡ്രഗ് ടീമിനെ മുഴുവൻ നീ ഒറ്റിയതാണെങ്കിലോ? ശേ, പകരം അവര് നിന്നെ വെറുതെ വിട്ടു. അതൊരു ഫെയർ ഡീലല്ലേ? അങ്ങനെയും ചിന്തിക്കാലോ. അങ്ങനെ ചിന്തിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ പോലീസുകാരെ വിശ്വസിക്കാൻ കൊള്ളില്ല. ഇന്നവര് വെറുതെ വിട്ടാലും നാളെ അവര് വന്ന് എന്നെ പൊക്കും. അത് ചിന്തിക്കാനുള്ള സാമാന്യ ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നിന്റെ പുറകിൽ ആരോ ഉണ്ട്. ആര്? അത് നീ വേണം കണ്ടുപിടിക്കാൻ. എന്റെ ഊഹം ശരിയാണെങ്കിൽ അണ്ടർ കവർ പോലീസിൽ ആരോ നിന്റെ കൂടെ തന്നെയുണ്ട്. നിന്റെ ഓരോ നീക്കവും അവർ അറിയുന്നുണ്ട്. ഏയ്, അതിനൊരു സാധ്യതയില്ല. പിന്നെ എങ്ങനെ നിന്റെ പിന്നാലെ പോലീസ് ടീം എത്തി? അവരാ കാട്ടിലെ തോട്ടം മുഴുവൻ കത്തിച്ചു. നീ സൂക്ഷിക്കണം. നിന്നെ ടാർഗറ്റ് ചെയ്ത് ആരോ അണ്ടർ കവർ ടീമിലുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരോ അവർക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്. അത് ഉറപ്പാ. ഞാൻ ശ്രദ്ധിച്ചോളാം. ശ്രദ്ധിച്ചാൽ നിനക്ക് കൊള്ളാം. അല്ലെങ്കിൽ ഈ ജന്മം മുഴുവൻ ജയിലിൽ അഴിയെണ്ണി കഴിയേണ്ടി വരും. നമ്മളെ പോലീസിനൊറ്റ ഒരുത്തന്റെ കാര്യം നിന്നെ ഏൽപ്പിച്ചിരുന്നില്ലേ? ഒരു പഴയ പോലീസുകാരൻ മാത്യൂസിനെ. അതെന്തായി? മാത്യൂസിനെ തീർക്കാൻ വേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ട്. ഓക്കെ, എല്ലാം കഴിഞ്ഞിട്ട് വിളിക്ക്. ശരി. എന്നാലും എന്റെ പിന്നാലെ ആരോ ഉണ്ടെന്ന് പറഞ്ഞത് ആരായിരിക്കും? പുതിയതായി ഇവിടെ വന്നത് അശ്വത മാത്രം. എന്തായാലും അവളായിരിക്കില്ല. ഇനി വീട്ടിൽ തന്നെയുള്ള ആരെങ്കിലും ആയിരിക്കുമോ? ഹേ, നോ ചാൻസ്.